നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ജൂലൈ മാസത്തെ ചതയ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. ചതയ നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. കാരണം 5ാം ഭാവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ദൈവാധീനമുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും ദൈവാധീനമുള്ളത് കൊണ്ട്. കാരണം ഭാഗ്യാധിപതിയും സ്വക്ഷേത്ര ബലവാനായിട്ട് പഞ്ചമഹാപുരുഷത്തിലെ മാളവ്യയോഗം ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ മാളവ്യയോഗത്തിൻ്റെതായിരിക്കുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഭൂമി വാങ്ങണമെന്നുള്ളവർക്ക് ഭൂമി വാങ്ങാനും വീട് വയ്ക്കാനൊക്കെ യോഗമുള്ള സമയമാണ്. എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാൻ യോഗമുള്ള ഒരു സമയമാണ്. അതേപോലെ തന്നെ കലാരംഗത്ത് പ്രവൃത്തിയെടുക്കുന്നവർക്കൊക്കെ നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. 4 പേർ അറിയപ്പെടുക, സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ള സമയമാണ്. അതേപോലെ തന്നെ ലഗ്നാധിപതി രക്ഷാസ്ഥാനത്താണ്. അപ്പോൾ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയിക്കാനായിട്ട് യോഗമുണ്ട്. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്ന സമയമാണ്. എന്നാൽ വിപരീത സ്വഭാവം, അതായത് സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ തോന്നുക, ഇടയ്ക്ക് തലവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, കർമാധിപതി സഹായ സ്ഥാനാധിപത്യം വഹിച്ച് നിവർത്തി സ്ഥാനത്താണ്. അപ്പം 7ാം ഭാവം ചൊവ്വയ്ക്ക് ഇഷ്ടമല്ലാത്ത സ്ഥലമായത് കാരണമുണ്ട് ജോലിയിലിടയ്ക്ക് പ്രതീക്ഷിക്കാത്ത മുടക്കങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ, സഹായികളായിരിക്കുന്ന വ്യക്തികൾ, ഇവരുടെ പെരുമാറ്റം ചില സമയത്ത് കുറച്ച് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ളൊരു കാര്യത്തിനും യോഗമുണ്ട്. കാരണം 7ാം ഭാവാധിപതി ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും 7ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയും ഖണ്ഡകാരകനായിരിക്കുന്ന കേതുവും ദാമ്പത്യ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഭാര്യയ്ക്ക് തലവേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ, ഓപ്പറേഷൻ പോലെയുള്ള അവസ്ഥ കാര്യങ്ങൾ വേണ്ടി വരിക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല അവനവന് തന്നെ നടുവേദന പോലെയുള്ള രോഗങ്ങൾ, അടിവയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് യോഗമുണ്ട്. അതും ഒന്ന് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പ്രത്യേകിച്ചും മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിപുണായോഗം ചെയ്ത ആദിത്യനും ബുധനും 6ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും ചില സമയത്ത് അത് കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് സംസാരം വളരെ ശ്രദ്ധിച്ചു വേണം. എന്തായാലും നിപുണായോഗം ഉള്ളത് കാരണം കൊണ്ടും സൂര്യന് ഇഷ്ടസ്ഥാനമാണ് 6ാം ഭാവം എന്ന് പറയുന്ന ഒരു അവസ്ഥയുള്ളത് കാരണം കൊണ്ടും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കൊണ്ട് എത്തിക്കാനായിട്ട് സാധിക്കും. തന്ത്രപരമായ സംസാരം, മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള സംസാരം, ഇതിനുകൂടി യോഗമുള്ള സമയമാണ്. പക്ഷേ സംസാരം കൊണ്ട് ശത്രുത ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. 5ാം ഭാവാധിപതി 6ൽ നിൽക്കുന്നു എന്ന് പറയുന്നൊരു അവസ്ഥയും കൂടിയാണ് അഷ്ടമാധിപതിയായിട്ട്. അപ്പോൾ അത് കാരണം 5ാം ഭാവാധിപതി 6ൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരിക, അതേപോലെ എന്തെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ കുറയുക, ഏകാഗ്രത കുറവ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണം. കുടുംബത്തിൽ മാതാപിതാക്കളുടെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും കുടുംബസുഖവും അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് ഈ സമയത്ത് കുറച്ച് ഒരു തടസ്സങ്ങളൊക്കെ തൊഴിലിൻ്റെ കാര്യത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. തൊഴിൽ കിട്ടാനൊക്കെ കുറച്ച് വൈകും. അല്ലെങ്കിൽ തൊഴിൽ പറഞ്ഞു വെച്ചിരിക്കുന്നവർക്ക് ഇന്ന സമയത്ത് ജോലി ചെയ്യാമെന്ന് പറയുന്നവർക്കൊക്കെ ആ സമയം വരുമ്പോൾ പ്രതീക്ഷിക്കാത്തൊരു തടസ്സം വരാനുള്ള സാധ്യത തൊഴിലിൻ്റെ കാര്യത്തിലുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ മാസത്തിൽ നല്ല അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.